മിഡിൽ ഈസ്റ്റിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കവെ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകുകയാണ്. ഇറാനുമായി നിലനിൽക്കുന്ന യുദ്ധക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ അമേരിക്ക ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് ഇറാൻ ആരോപിച്ചു. ഇതിനായി മറ്റ് അയൽരാജ്യങ്ങളെ ആക്രമിക്കുകയും അതിന്റെ പഴി ഇറാനുമേൽ കെട്ടിവെക്കാനുമാണ് അമേരിക്കൻ നീക്കമെന്ന് ഇറാന്റെ IRIB മാധ്യമം റിപ്പോർട്ട് ചെയ്തു. UAEക്ക് പിന്നാലെ സൗദി അറേബ്യയ്ക്ക് നേരെയും ഇന്ന് ആക്രമണമുണ്ടായി. സൗദി ലക്ഷ്യമാക്കി വന്ന 3 ഡ്രോണുകൾ തകർത്തു. ഇറാഖ് വ്യോമാതിർത്തിയിൽ നിന്നാണ് സൗദിക്ക് നേരെയുള്ള ഈ ആക്രമണം ഉണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതിനിടെ UAEയിലെ ബറാക്ക ആണവ നിലയത്തിന് സമീപമുണ്ടായ ആക്രമണം കടുത്ത പ്രകോപനമാണെന്ന് UAE ഭരണകൂടം വ്യക്തമാക്കി. യാതൊരു പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ഭീകരാക്രമണം UAEയുടെ സുരക്ഷയ്ക്ക് മേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ UAE വ്യക്തമാക്കി. ഈ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളായ കുവൈത്തും ഖത്തറും കടുത്ത ഭാഷയിൽ അപലപിക്കുകയും UAEക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. മേഖലയിൽ പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി നേരിട്ട് സംസാരിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ മുൻനിർത്തി ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായി ഖത്തർ ഔദ്യോഗികമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ബറാക്ക ആണവ നിലയത്തിന് സമീപമുണ്ടായ ആക്രമണവും സൗദിക്ക് നേരെയുള്ള ഡ്രോൺ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് നിലവിൽ വഴിവെച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷ ഭീതി കനക്കുന്നതിനിടെ അമേരിക്കയെ അവിശ്വസിക്കാൻ മതിയായ കാരണങ്ങൾ ഇറാന്റെ പക്കലുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസ പ്രശ്നങ്ങളാണ് സമാധാന ചർച്ചകൾക്ക് തടസ്സമുണ്ടാക്കുന്നത് എന്നും അമേരിക്കക്കാർക്ക് ഇറാനിയൻ ജനതയെ പൂർണ്ണമായും വിശ്വസിക്കാമെന്നും അരാഗ്ചി പറഞ്ഞു. ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. അമേരിക്കയെ അവിശ്വസിക്കാൻ എല്ലാ കാലങ്ങളിലും ഇറാന്റെ പക്കൽ നിരവധി കാരണങ്ങളുണ്ട്. എന്നാൽ ഞങ്ങളെ വിശ്വസിക്കുന്നതിൽ അവർക്ക് മുൻപിൽ തടസ്സങ്ങളൊന്നുമില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾ ഈ വിശ്വാസ പ്രശ്നങ്ങളിൽ തട്ടി നിൽക്കുകയാണ് നിലവിൽ എന്ന് അരാഗ്ചി പ്രതികരിച്ചു. ഇറാനുമായുള്ള യുദ്ധത്തിൽ യുദ്ധലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ US നിസ്സഹായരാണെന്നും മധ്യസ്ഥ ചർച്ചകൾക്കായി അവർ തങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അരാഗ്ചി ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മുൻകാല ചരിത്രങ്ങളെ മുൻനിർത്തി പറയുകയാണെങ്കിൽ USനെ ഇറാൻ വിശ്വസിക്കുന്നില്ല. ഏത് നയതന്ത്ര ശ്രമങ്ങളുടെയും മുൻപിൽ ഏറ്റവും വലിയ തടസ്സമാണ് പരസ്പര വിശ്വാസമില്ലായ്മ. നയതന്ത്രപരമായ ശ്രമങ്ങൾക്ക് അവസരം നൽകണമെന്നാണ് ഇറാൻ ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിലൂടെയല്ല, മറിച്ച് ഗൗരവത്തിലുള്ള ചർച്ചകളിലൂടെ മാത്രമേ വെടിനിർത്തൽ സാധ്യമാകുകയുള്ളൂ എന്നും അരാഗ്ചി വ്യക്തമാക്കി. ഇപ്പോഴത്തേതുപോലെ മുൻപും അമേരിക്ക ഞങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചിട്ടുണ്ട്. അവരുടെ ഭീഷണികൾക്കോ സമ്മർദ്ദങ്ങൾക്കോ മുൻപിൽ ഇതുവരെയും ഞങ്ങൾ തലകുനിച്ചിട്ടില്ല. ശത്രുക്കൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾക്കെല്ലാം പ്രതിരോധം തീർക്കുകയും ചെയ്തു. പരസ്പര ബഹുമാനമുള്ള സമീപനങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ മറുപടി നൽകാറുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ന്യൂഡൽഹിക്ക് നിർണായക പങ്കുവഹിക്കാനാകുമെന്നും അരാഗ്ചി പറഞ്ഞു. സംഘർഷം ലഘൂകരിക്കുന്നതിനായുള്ള ഇന്ത്യ ചൈന രാജ്യങ്ങളുടെ ഇടപെടലുകളെ ഇറാൻ സ്വാഗതം ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇറാനുമായുള്ള വെടിനിർത്തൽ വെന്റിലേറ്ററിലാണെന്ന ട്രംപിന്റെ പ്രസ്താവനകൾക്കിടയിലും ഇരു രാജ്യങ്ങളുമായി മധ്യസ്ഥർ മുഖേന ചർച്ച തുടരുന്നതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്നലെ അറിയിച്ചിരുന്നു. ചർച്ചയിൽ ചില പുരോഗതികൾ ഉള്ളതായും വാൻസ് വ്യക്തമാക്കി. അമേരിക്ക നിരായുധരായിക്കൊണ്ടിരിക്കുകയാണ്. നീണ്ടുപോകുന്നത് മറ്റ് ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള അമേരിക്കയുടെ കഴിവിനെ ദുർബലപ്പെടുത്തും. അടുത്തിടെ നടന്ന പോളിംഗ് ഫലം പ്രകാരം ആഗോള എണ്ണ പ്രതിസന്ധിക്കും മറ്റനേകം നാശനഷ്ടങ്ങൾക്കും കാരണമായ ഇറാൻ യുദ്ധം തുടരുന്നതിനോട് ഒട്ടുമിക്ക അമേരിക്കക്കാർക്കും താൽപര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഹോർമുസ് അടച്ചതോടെ ലോകമൊന്നടങ്കം കനത്ത ഇന്ധന പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. ഏറ്റവും ഒടുവിലായി സമ്പൂർണ്ണ വെടിനിർത്തലിന് ഇറാൻ കൈമാറിയ സമാധാന നിർദ്ദേശങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ പ്രതികരണം തീർത്തും അസ്വീകാര്യമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് കഴിഞ്ഞ 47 വർഷമായി ഇറാൻ അമേരിക്കയെ കളിപ്പിക്കുകയാണെന്നും ഇനിയും അത് അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.